ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. 2024 സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ മുതൽ പുതിയ സിലബസ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സിലബസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നോക്കിയാലോ നമുക്കൊന്ന്. കുറേ ആയില്ല നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് പുതിയ സിലബസ് എന്നുള്ളത്. നമ്മുടെ കമൻറ്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ നോണയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേറൊരു വീഡിയോ എടുക്കുക, എന്നിട്ട് ആ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ അകത്ത് ഒരു കമൻറ്റെങ്കിലും ഉണ്ടാവും പുതിയ സിലബസിൻ്റെ വീഡിയോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ സിലബസ്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ എക്സാം മുതലാണ് പുതിയ സിലബസ് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്, കാരണം ഞാൻ വേറെ പറഞ്ഞുതരാം. ഓക്കെ, അതിനൊരു റീസണും ഉണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1ൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ സെക്ഷൻ എ മുതൽ അങ്ങ് സെക്ഷൻ എഫ് വരെ ഉണ്ടാവും. പാർട്ട് 1ലും ഉണ്ട്, പാർട്ട് 2ലും ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് വ്യത്യാസങ്ങൾ, എന്താണ് സിലബസിൽ വന്ന മാറ്റം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എ എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതിലെന്താ വലിയ മാറ്റം വന്നിട്ടുള്ളത്? ഞാൻ പറയും അതിനകത്ത് വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ എന്താണ് അതിൽ മാറ്റം? കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സെക്ഷൻ എയിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ അവർ പുതിയതായിട്ട് ആഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ കൺസോളിഡേറ്റഡ് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ പോരാണ്ട് ഹൈലൈറ്റർ കൺസോളിഡേറ്റഡ് എന്താണ് കുറേ ആയേ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ നെയ്യിട്ടും വേണ്ടൊന്നും വരുന്നില്ല. കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നിലേറെ കമ്പനികൾ അല്ലെങ്കിൽ ഒന്നിലേറെ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ പാരൻ്റ് കമ്പനി, എനിക്കൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനീൻ്റെ അണ്ടറിൽ എനിക്ക് കുറേ കമ്പനീസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഞാൻ വേറൊരു കമ്പനി വാങ്ങുകയാണ്. ഞാൻ ഒന്നെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് മെർജ് ആവാം, അല്ലെങ്കിൽ എനിക്ക് വേറൊരു കമ്പനി അക്വസിഷൻ ചെയ്യാം, വാങ്ങാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളത് പഠിച്ചിട്ടുണ്ട്, മെർജർ എന്താണ്, അക്വസിഷൻ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അണ്ടറിൽ കുറേ കമ്പനികൾ ഉണ്ടാവും. ഈ കമ്പനികളുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് അലോൺ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്, സ്റ്റാൻഡ് അലോൺ ഒറ്റക്ക് നിൽക്കുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് കാർ തന്നെ എടുത്തോ. എൻ്റെതാണ് റേഞ്ച് റോവർ, എൻ്റെതാണ് ജഗ്വാർ, എൻ്റെതാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെതല്ല എന്തായാലും. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ മാത്രം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും, ജഗ്വാറിൻ്റെ റേഞ്ച് റോവറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇനി അതല്ല, എനിക്ക് മൊത്തത്തിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ 3 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഒന്നാക്കിയിട്ട് സിംഗിൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കാണാൻ പറ്റും. എൻ്റെ മൊത്തത്തിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ പറ്റും. അതിനാണ് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ആദ്യമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് ഒന്ന് ഇക്വിറ്റി കൺസോളിഡേഷൻസും. 3 ടൈപ്പ് കൺസോളിഡേഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് ഫുൾ കൺസോളിഡേഷൻ, പ്രൊപ്പോർഷനേറ്റ് കൺസോളിഡേഷൻ, ഇക്വിറ്റി കൺസോളിഡേഷൻ. നമ്മുടെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും ഈ സാധനങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച സംഭവമാണ്. ഓക്കെ, ഇനി അവർ പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് കൺസോളിഡേഷൻ മോഡലുകളാണ്. വേരിയബിൾ ഇൻട്രസ്റ്റ് എൻറ്റിറ്റിയും വോട്ടിംഗ് ഇൻട്രസ്റ്റ് എൻറ്റിറ്റിയും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വേരിയബിൾ ഇൻട്രസ്റ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നതും വോട്ടിംഗ്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കമ്പനിയിൽ മേജർ ഓണർഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. മേജർ ഓണർഷിപ്പ് ഇൻ ക്യാഷ്, ഞാൻ പൈസ കൊടുത്ത് എനിക്കതിൽ ഷെയർ ഉണ്ട്. അതെനിക്ക് മേജർ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് എന്തുണ്ട്? വോട്ടിംഗ് ഇൻട്രസ്റ്റ് എൻറ്റിറ്റി. എനിക്ക് അവിടെ വോട്ടിംഗ് പവർ ഉണ്ടാവും. ഓണർഷിപ്പ് വരുമ്പോഴാണ് നമുക്ക് അവിടെ വോട്ടിംഗ് പവർ ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് അവിടെ വോട്ടിംഗ് പവർ ഉണ്ടാവും. അതാണ് ഈ വോട്ടിംഗ് ഇൻട്രസ്റ്റ് മോഡൽ. അത് വേറെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി വേരിയബിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലോ നമുക്ക് അവിടെ വോട്ടിംഗ് പവറോ അല്ലെങ്കിൽ മേജർ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പൈസ ഇറക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വർക്കിംഗ് പാർട്ട്ണർ എന്നൊക്കെ പറയില്ലേ, അയാൾ പൈസ ഇറക്കിയിട്ടാണോ? പക്ഷെ അയാൾ അതിൻ്റെ ഒരു പാർട്ട്ണറാണ്, അയാൾ കമ്പനിയുടെ ഒരു പാർട്ട്ണറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അതാണ് വേരിയബിൾ ഇൻട്രസ്റ്റ് എൻറ്റിറ്റി. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇതിൻ്റെ കൺസോളിഡേഷൻസും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളതാണേ ഞാൻ പറയുള്ളൂ. വലിയ മാറ്റമൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ ഭാഗത്തുനിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇതിനൊക്കെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പോയാൽ മതി, വലിയ സംഭവങ്ങളൊന്നും വരാനില്ല. പിന്നെ ഉള്ളത് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ
നമ്മുടെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ജഗ്വാറും റേഞ്ച് റോവറും ടാറ്റ മോട്ടോഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എൻ്റെ കമ്പനി തന്നെയാണ്. പെട്ടെന്ന് എൻ്റെ ടാറ്റ മോട്ടോഴ്സിൽ ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ ഞാൻ ജഗ്വാർ എന്ന് പറയുന്ന എൻ്റെ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് എടുക്കും ഇല്ലേ. എനിക്ക് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് സാധനം വിറ്റിട്ടുണ്ടാവും. എൻ്റെ എൻജിൻ ചിലപ്പോൾ ഞാൻ ജാഗ്വാറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ റേഞ്ച് റോവറിൻ്റെ അകത്തുള്ള എൻ്റെ സസ്പെൻഷൻ ഞാൻ ആരോടും പറയാതെ എൻ്റെ പുതിയ പഞ്ച് എന്ന് പറയുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ കമ്പനികൾ തമ്മിലുള്ള ഡീലിങ്സ് ആണ്. അപ്പം അങ്ങനെ കുറേ ഡീലിങ്സ് ഉണ്ടാവും. അങ്ങോട്ട് സെയിൽ ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിസീവബിൾസ് പേബിൾസ് ഉണ്ടാവും, അതേപോലെ തന്നെ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, പല പല വൗച്ചേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മൊത്തത്തിലൊരു കമ്പനി എടുക്കുമ്പോൾ ഞാൻ എനിക്ക് തന്നെ വിറ്റ് കണ്ട് ഇപ്പോൾ ഈ ഒരു സാധനം ഓക്കെ ഇത് ഞാൻ എനിക്ക് തന്നെ വിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ വില ഞാൻ മാർക്കറ്റിൽ പോയിക്കാണ് ഞാനിതൊരു 5 ഉറുപ്പ്യക്ക് വാങ്ങി ഓക്കെ. എന്നിട്ട് ഞാൻ എനിക്ക് തന്നെ വിൽക്കുക 10 ഉറുപ്പ്യക്ക്, 5 ഉറുപ്പ്യ ലാഭം. സത്യത്തിൽ എനിക്ക് അവിടെ ലാഭം ഉണ്ടോ? നമുക്ക് മനസ്സിലാക്കണം. ഉണ്ടോ? ഇല്ല. ഞാൻ എനിക്ക് തന്നെ വിറ്റിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത് ഓക്കെ. അപ്പോൾ സ്റ്റാൻഡ് അലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ടീമിനെയാണ്, റേഞ്ച് റോവർ എന്ന് പറയുന്ന കമ്പനിയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള വേറൊരു ടീമിനെയാണ്. അപ്പോൾ ഒറ്റക്കൊറ്റക്കൂലി ലാഭം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ എന്ത് വന്നാലും ഈ റേഞ്ച് റോവർ എന്ന് പറയുന്ന കമ്പനി എന്തൊരു സാധനം ടാറ്റ മോട്ടോഴ്സിന് വിറ്റ് കഴിഞ്ഞാലും ലാഭം എടുത്തിട്ടേ വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാതെ വിൽക്കാൻ പാടില്ല. കാരണം എന്താ, ഇവർക്ക് നഷ്ടമാണ് റേഞ്ച് റോവറിന്. ഞാൻ നാളെ റേഞ്ച് റോവറിൻ്റെ ഏൽപ്പിച്ച മാനേജർമാരോട് ചോദ്യം ചോദിക്കും, ഈ എന്താടാ എനിക്ക് എൻ്റെ കമ്പനിയിൽ ലാഭമൊന്നും കാണില്ലല്ലോ, എനിക്ക് നഷ്ടമാണല്ലോ. കാരണം എന്താ, ഇവരെല്ലാ സാധനം ടാറ്റ മോട്ടോഴ്സിന് വിറ്റുകണ്. ടാറ്റ മോട്ടോഴ്സുകാർക്ക് ഫുള്ള് ലാഭം. കാരണം എന്താ, അവർക്ക് കോസ്റ്റ് കുറഞ്ഞിട്ടാണ് സാധനം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഭയങ്കര ലാഭമാണല്ലോ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇവർക്കും ലാഭം വേണം, ഇവർക്കും. അപ്പോൾ ഒറ്റക്കൊറ്റക്ക് നിൽക്കുമ്പോൾ ലാഭം വേണമെന്നുണ്ടെങ്കിൽ ഇവരെന്തൊരു സാധനം ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലും ഇവരെന്തൊരു സാധനം അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലും പ്രോഫിറ്റ്, കോസ്റ്റിൻ്റെ മേലെ പ്രോഫിറ്റ് ഇട്ടിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇതും മൊയിലാളിൻ്റെ കമ്പനിയാണ് അതും മൊയിലാളിൻ്റെ കമ്പനിയാണ് അതുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവിടെ എടുത്തിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എനിക്ക് തന്നെ വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. ഏതിൽ നിന്ന്? നമ്മുടെ സെപ്പറേറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും എടുത്ത് കളയേണ്ടി വരും. അതാണ് ലാസ്റ്റ് പറയുന്ന ഡെമോൺസ്ട്രേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻ്റർ കമ്പനി ബാലൻസുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാലൻസുകൾ, അതേപോലെ ചില ട്രാൻസാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതിൻ്റെ അകത്ത് കയറി വരും. ഇത് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യണം അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ച കാര്യമാണ്. ഓക്കെ, അടുത്തത് നേരെ സെക്ഷൻ ഡിയിലോട്ട് പോകാം. കാരണം സെക്ഷൻ ബിയിലും മറ്റേ സിയിലൊന്നും വ്യത്യാസിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. സെക്ഷൻ സിയിൽ വേണമെങ്കിൽ ഒരു മാറ്റം ഉണ്ടെന്ന് പറയാം. നമ്മുടെ CVP അനാലിസിസ് ഇല്ലേ, പാർട്ട് 2ലുള്ള അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ഭാഗം പാർട്ട് 1ലും വരുന്നുണ്ട്, സെക്ഷൻ സിയിൽ. അതിന് മാത്രം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാനുണ്ട്. അതിനുള്ളൊരു പരിഹാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിച്ചിട്ട് മതി എക്സാം എഴുതാൻ പോകല്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ പ്രശ്നം തീർന്നു കിട്ടും. ഓക്കെ അല്ലേ? ഇനി സെക്ഷൻ ഡി, കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ സെക്ഷനിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുള്ളത്? ഒന്ന് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് മൊത്തത്തിലെടുത്ത് ഒഴിവാക്കിയിട്ടില്ല, പക്ഷെ അതിൻ്റെ കുറേ സംഭവങ്ങൾ എടുത്ത് ഒഴിവാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റഡ് ആവറേജ് പ്രോസസ് കോസ്റ്റിംഗ്, ഫിഫോ, പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് ഒക്കെ ഒഴിവാക്കി. ഞാൻ ഇവിടെ എന്തായാലും പോസ്റ്റ് ഇടാൻ കാരണം എന്നറിയോ, CMA എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഹൃദയം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗമായിരുന്നു. അത് തന്നെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് CMA എന്നൊരു ചോദ്യം അവിടെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ ബാക്കിയുള്ളത്, എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നും അതിൻ്റെ ഇക്വാലൻ്റ് യൂണിറ്റ്സ് മനസ്സിലാക്കലും അതിൻ്റെ ടേംസുകൾ മനസ്സിലാക്കി വെക്കലുമാണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഇനി ബാക്കിയുള്ള സാധനം. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ സന്തോഷമായിട്ടുണ്ടാകും, വല്ലാത്തൊരു സംഭവം എടുത്ത് കളഞ്ഞു കിട്ടിയെന്നുള്ളത് അല്ലേ. ഇനി അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ വേറെ പറഞ്ഞുതരാം. ഓക്കെ, തിയറി ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിയറി ഓഫ് കൺസ്ട്രെയിൻസും പ്രോസസ് കോസ്റ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ റോൾസ് റോയ്സിൻ്റെ ഒക്കെ ഒരു ഉദാഹരണം വെച്ചിട്ടൊരു സാധനം പറഞ്ഞിരുന്നു അല്ലേ. റോൾസ് റോയ്സിൻ്റെ ലൈന് വരക്കുന്നതിൻ്റെ ഒക്കെ ഉദാഹരണം വെച്ചിട്ട് എന്നാൽ ആ സാധനം എടുത്ത് ഒഴിവാക്കിയെന്ന് അർത്ഥം. അതേപോലെ ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ്,
നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അത് വേറെ. അതല്ല, ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം അതിൻ്റെ അകത്ത് എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പനിയുടെ അകത്തുള്ള എന്തൊരു സംഭവങ്ങളും ഒരു കോസ്റ്റ് വരികയാണെങ്കിൽ ആ കോസ്റ്റിൻ്റെ നമുക്കൊരു ചിലവ് വരികയാണ് കമ്പനിയുടെ അകത്ത്, ആ ചിലവ് വരാൻ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ എടുക്കുക. ഒരു ചിലവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കമ്പനിക്ക്. കാരണം എല്ലാ മാസവും കമ്പനീൻ്റെ വാട്ടർ ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ആ ഒരു ടോപ്പിക്കൊക്കെ എടുത്ത് കളഞ്ഞു. അടുത്തത് അക്കൗണ്ടിങ് പ്രോസസ് റീഡിസൈൻ. നമ്മുടെ ബാക്കി കൂടി വായിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. വേസ് ടു ഇംപ്രൂവ് അക്കൗണ്ടിങ് പ്രോസസ് റീഡിസൈൻ. നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ് റീഡിസൈൻ എന്ന് പറയുന്ന സെക്ഷൻ ഡിൻ്റെ അവസാനത്തെ ടോപ്പിക്ക് അതെടുത്ത് റിമൂവ് ചെയ്തു. ഇത് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്ത് വെച്ചിരുന്നു. അതിലിപ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ടിങ് നമ്മൾ പലതരം അക്കൗണ്ടിങ്ങുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ SAP എന്ന് പറയുന്ന സംഭവത്തിലോട്ട് മാറുമ്പോൾ അവിടെ വരുന്ന കുറേ കാര്യങ്ങൾ, അവിടെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതെടുത്ത് ഒഴിവാക്കി എന്നുള്ളതാണ് സെക്ഷൻ ഡിയിൽ. അപ്പോൾ സെക്ഷൻ ഡിയിൽ കാര്യമായിട്ട് എന്താ ഉള്ളത്? ഡിലീഷൻ ആണ് ഉള്ളത്. പുതിയതൊന്നും വന്നിട്ടില്ല കാര്യമായിട്ട്. ഓക്കെ, അടുത്തത് സെക്ഷൻ ഇ, ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളിൽ എന്താണ് കാര്യമായിട്ട് വന്നത്? അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്? ഒന്ന്, ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മെത്തേഡ്സ് ഫോർ ടെസ്റ്റിംഗ് ദി അഡിക്വസി ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ, നമ്മൾ കമ്പനിയുടെ അകത്ത് ഇൻറ്റേർണലി കുറേ കൺട്രോളുകൾ കൊണ്ടുവരും. അങ്ങനെ കൺട്രോളുകൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഇൻറ്റേർണൽ കൺട്രോളുകൾ അതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും ഐഡൻറ്റിഫിക്കേഷനൊക്കെയാണ് ഇവിടെ പറയണത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യാനുണ്ട്. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ കമ്പനിയുടെ അകത്ത് ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവന്നാലും, നമ്മൾ ഇൻറ്റേർണലി ഒരു കൺട്രോൾ കൊണ്ടുവന്നാലും 100% ഒരാൾക്കും അഷുറൻസ് നൽകാനാവില്ല എന്ത് കമ്പനി പക്ക ഓക്കെയാണ്. എന്നാലും അവിടെ ഒരു സാധനം ബാക്കിയുണ്ടാവും. അതാണ് ഇൻറ്റേർണൽ കൺട്രോൾ റിസ്ക്. അപ്പോൾ ഈ റിസ്കിനെ കുറിച്ച് ചെറിയൊരു ഡിസ്കഷൻ നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ റെമിഡിയേറ്റ്, ഈ ഇൻറ്റേർണൽ കൺട്രോൾ ഡെഫിഷ്യൻസി. നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഇൻറ്റേർണൽ കൺട്രോളിൽ. അപ്പോൾ അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താ പറയുക, എന്നും നടക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ. ഇതിനാണ് നമ്മൾ ഓൺ ഗോയിങ് മോണിറ്ററിങ്ങും അതേപോലെ തന്നെ സെപ്പറേറ്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ് 2 സാധനം പഠിക്കാനുണ്ട്. ഒന്ന് ഓൺ ഗോയിങ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു മോണിറ്ററിങ് ഓൺ ഗോയിങ്. അത് നമ്മൾ സാധാരണ സോഫ്റ്റ്വെയറുകളാണ് ചെയ്യുക. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പോൾ ഇതുവരേക്കും നമ്മൾ ടാലി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ SAPയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SAPയിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന SAP ആണ്. SAPയുടെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ അകത്തൊരു കുറേ ഇൻറ്റേർണൽ കൺട്രോൾ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് അതിലുള്ള ആർക്കും നമുക്ക് പർച്ചേസ് ഓർഡർ ഇടാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു പർച്ചേസ് റിക്വസിഷൻ ചെയ്യാൻ പറ്റും, പർച്ചേസ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പർച്ചേസ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു നിശ്ചിത എമൗണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നെ അവർ നോക്കുകയാണെങ്കിൽ അവൻ എന്ത് പർച്ചേസ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിലും അവനൊരു എമൗണ്ട് ഉണ്ട്, 1,00,000 രൂപ. ആ 1,00,000 മേലേക്കുള്ള ഒരു സാധനത്തിന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ SAPക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അലേർട്ട് ആർക്ക് കൊടുക്കാൻ പറ്റും? പർച്ചേസ് മാനേജറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺ ഗോയിങ്, ഇതാരാ ചെയ്യണേ? ഞാനാണോ ചെയ്യണത്? അയാളാണോ ചെയ്യണേ? അല്ല, സോഫ്റ്റ്വെയർ ആണ് ചെയ്യണത്. ഓൺ ഗോയിങ് സംഭവങ്ങൾ, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് മോണിറ്ററിങ്. എല്ലാ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻഡ് ഓഫ് ദ വീക്കിൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്തിൽ നമ്മൾ എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക. ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എല്ലാ ലെഡ്ജേഴ്സും അക്കൗണ്ട്സും കയറി ചെക്ക് ചെയ്യുക. അതിൻ്റെ ബാലൻസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് സെപ്പറേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊന്നും വലിയ കാര്യമായിട്ടുള്ള ടോപ്പിക്കൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അതാണ് ഇൻറ്റേർണൽ കൺട്രോളിലുള്ള മാറ്റം. അടുത്തത് ടെക്നോളജി എന്ന് പറയുന്ന സെക്ഷൻ Fൽ ഒന്ന് ഡാറ്റ മാനേജ്മെൻറ്റ്. ഡാറ്റയെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു ടോപ്പിക്കാണ്. 2, ഡെമോൺസ്ട്രേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ റിഗ്രഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു സാധനമാണ്. റെഗ്രഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ്. അടുത്തതാണ് ലോജിസ്റ്റിക് റെഗ്രഷൻ. എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒറ്റയടിക്ക് ഞാൻ ആ സാധനം പറഞ്ഞു തരാണെങ്കിൽ, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറേ
എക്സും വൈ ഒക്കെ വെച്ചിട്ടുള്ളൊരു സാധനം. ഇതും ലോജിസ്റ്റിക് റിഗ്രഷനും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംഭവം ചോദിക്കുകയാണ്, അതിനവർ ഉത്തരമായിട്ട് പറഞ്ഞു തരാം യെസ് ഓർ നോ, നടക്കുമോ ഇല്ലയോ. ബൈനറി അറിയാലോ, ഈ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ബൈനറി എന്താണെന്ന് മനസ്സിലാവും. യെസ് ഓർ നോ അല്ലെങ്കിൽ 0 or 1. അപ്പം നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഇൻഷുറൻസ് ഒരാൾ ക്ലെയിം ചെയ്യാണ്. ഈ ക്ലെയിം ചെയ്യുമ്പോൾ ഒരാൾ കമ്പനിയിൽ അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ട് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഈ ക്ലെയിം ചെയ്യുന്ന ഇൻഷുറൻസ് ഫ്രോഡ് ആണോ അല്ലയോ, യെസ് ഓർ നോ എന്നുള്ളത് സിസ്റ്റം പറഞ്ഞു തരും. അത് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? പ്രീവിയസ് എക്സ്പീരിയൻസും ഡാറ്റ അനലൈസ് ചെയ്തിട്ടും അയാളുടെ ഏജും അയാളുടെ ക്രെഡിറ്റ് വർത്ത്നെസ്സും എല്ലാം നോക്കിയിട്ട്. ഇതൊക്കെ പല പല സൈറ്റുകളിൽ പോയിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് വർത്ത്നെസ് ഒക്കെ നൽകാൻ നമുക്ക് കുറേ ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തിട്ടും അങ്ങനെ പല പല ഡാറ്റാസ് എന്താ പറയുക കൺസോളിഡേറ്റ് ചെയ്തിട്ട് സിസ്റ്റം പറയും യെസ് ഓർ നോ എന്നുള്ളത്. യെസ് ഓർ നോ എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, അതും അപ്രോക്സിമേറ്റ് ആണ്. അപ്പോൾ ഇതിനാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. സംഭവം ഞാൻ പറഞ്ഞു ചെറിയൊരു പക്ഷേ പേടിക്കേണ്ട, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം മനസ്സിലാക്കി വെച്ചാൽ തന്നെ ലോജിസ്റ്റിക് റിഗ്രഷൻ കഴിഞ്ഞു. ഇതാണ് സെക്ഷൻ എഫിലുള്ള വലിയ മാറ്റം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം തരാൻ വേണ്ടിയിട്ട് കോവിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതിനകത്ത് എടുത്തോണ്ട് ഒഴിവാക്കി. ആ സാധനം ഇനി മുതലില്ല. ഹാപ്പി ആയില്ലേ, സന്തോഷമായില്ലേ? ഇതാണ് മക്കളെ പാർട്ട് 1 സിലബസ് മാറ്റം. ഇനി നിങ്ങൾ പറ, എന്താ അതിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടോ? ഇല്ല. ഇനി പാർട്ട് 2 CMA വ്യവസായ പാർട്ട് 2 ഫസ്റ്റ് സെക്ഷൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. അതിൻ്റെ അകത്ത് എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഒരു ടോപ്പിക് ആഡ് ചെയ്തു. എന്ത്? അനലൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡാറ്റ ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ബിസിനസ് ഡിസിഷൻസ്. ബിസിനസ്സിൻ്റെ പലതരം തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മനസ്സിലാക്കി അതിൻ്റെ അകത്തുള്ള പാറ്റേൺ ട്രെൻഡുകൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കഴിഞ്ഞൊരു 5 വർഷത്തെ P&L എടുത്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ അത് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഏത് മാസത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം സെയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓണം മാസം അല്ലെങ്കിൽ ദീപാവലി ഈ ഒരു ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെൻഡ് മനസ്സിലായി അല്ലേ, നമ്മുടെ പാറ്റേൺ മനസ്സിലായി അല്ലേ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സംഭവമാണ്. എന്താണ്? ഹൊറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ അനാലിസിസും. ഈ സംഭവം നമ്മൾ ഓൾറെഡി നമ്മളെ സെക്ഷൻ എ, എനിക്ക് തോന്നുന്നു സെക്ഷൻ എയിലെ കമ്പാരിറ്റീവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഈ സംഭവം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച സാധനമാണ്. ഇതാണ് അവർ പുതിയ സിലബസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് സെക്ഷൻ ബിയിൽ കോർപ്പറേറ്റ് ഫൈനാൻസിൽ എന്താ മാറ്റം? അനലൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡാറ്റ ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് ട്രെൻഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക്. ഇതല്ല കേട്ടോ, ഈ ടോപ്പിക് ഇങ്ങോട്ട് കയറി വന്നതാണ്, തിരുത്താൻ മറന്നുപോയി. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആ സാധനം എനിക്കറിയാം. ഡെപ്റ്റ് ഫൈനാൻസിങ് ഇവിടെ എഴുതാം. ഇത് ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാ മക്കളെ. ഡെപ്റ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിവിടെ അല്ല കേട്ടാ. ഡെപ്റ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇതിൻ്റെ അകത്ത് കയറി വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. അതിൻ്റെ അകത്ത് കുറച്ച് മാറ്റങ്ങളിൽ കുറച്ച് ഡെപ്തായിട്ടൊരു സംഭവം ഉണ്ട്, അത്രയേ ഉള്ളൂ. നമ്മൾ ബോണ്ട് എടുക്കുന്നുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട്. ഈ ബോണ്ടും ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇക്വിറ്റി അല്ലേ, നമ്മൾ ഷെയർ പുറത്ത് കൊടുത്തിട്ട് ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. ഇനി ബോണ്ടിൻ്റെയും ഡെപ്റ്റിൻ്റെയും മെച്യൂരിറ്റി പീരീഡ് എന്താണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെ സംബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അത് തന്നെയാണ് പുതിയ വന്നു എന്ന് പറയുന്ന സാധനം. മനസ്സിലായല്ലോ. ഇനി അടുത്തത് സെക്ഷൻ സിയിലാണ് വലിയ മാറ്റമുള്ളത്. ഡിസിഷൻ അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ സി പേരങ്ങോട്ട് മാറ്റി ബിസിനസ് ഡിസിഷൻ അനാലിസിസ്. ഇതിൻ്റെ അകത്ത് മാറ്റമുള്ളൂ. ഇതേപോലെ സെക്ഷൻ ഡി റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ പേരണ്ട് മാറ്റി എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ്. ഇതാണ് നമ്മുടെ സിലബസിലെ മാറ്റം. മനസ്സിലായോ? ഇതൊരു സിലബസിലെ മാറ്റമുള്ളൂ, വേറെ വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്തില്ല. ക്ലിയർ ആയില്ലേ? ഇനി അതേപോലെ സെക്ഷൻ ഇയും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന പേരെടുത്തിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, എന്നിട്ട് സിലബസിന് വലിയ മാറ്റം. ക്ലിയർ ആയില്ലേ? ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ? ഇതൊന്നെന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്,
എന്ന് പറയുന്ന ഒരു സാധനം, അത് എന്താണെന്ന് മനസ്സിലാക്കലും അതിൻ്റെ കാൽക്കുലേഷനും ഇതും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കിടക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താണെന്നുള്ളതും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതും അത് വെച്ചിട്ട് നമ്മുടെ പലതര ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെ എങ്ങനെ തരം തിരിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സെൻസിറ്റിവിറ്റി അനാലിസിസ് നമ്മൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത സാധനമാണ്. ഇതെങ്ങനെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അനാലിസിസിൽ ഉപയോഗിക്കുക? സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പുതിയൊരു ടോപ്പിക്കായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സെക്ഷൻ എഫ്, എത്തിക്സ്. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഹൈലൈറ്റർ ഇവിടെ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ബിസിനസ് ഫ്രോഡ് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്. ബിസിനസ് ഫ്രോഡ്, ബിസിനസ്സിൻ്റെ അകത്ത് നടക്കാവുന്ന ഫ്രോഡുകൾ. എന്തെല്ലാം ടൈപ്പ് ഫ്രോഡുകളാണ്? അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ. അസറ്റ് എന്ന് പറയുന്ന നമ്മുടെ അസറ്റിൻ്റെ അണ്ടറിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇൻവെൻട്രി, ക്യാഷ്, റിസീവബിൾസ്, പേയബിൾസ്, ഇതൊക്കെ നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കമ്പനീൻ്റെ ക്യാഷ് അടിച്ചു മാറ്റാൻ പറ്റും, കമ്പനീൻ്റെ ഇൻവെൻട്രി അടിച്ചു മാറ്റാൻ പറ്റും, റിസീവബിൾസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് റൈറ്റ് ഓഫ് ചെയ്ത പൈസ അടിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് പലതര തട്ടിപ്പുകൾ നടത്താൻ പറ്റും അല്ലേ? അതാണ് അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് ട്രാവൽ പോളിസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും, റൂമിൽ താമസിക്കാൻ പറ്റും രാത്രിയിൽ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും ഈ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. എത്രയാണോ നമ്മൾ ചിലവാക്കിയത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു, കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു യാത്രയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ബില്ല് വേണമെന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്തു? ആ ബില്ലിൽ ഒന്നും എഴുതാതെ ബില്ല് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞപ്പോൾ ബില്ലിൽ ഒന്നും എഴുതാതെ എനിക്ക് തന്നു. എനിക്ക് എഴുതാം. അപ്പം ഞാൻ 100 രൂപയുടെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബില്ലിൻ്റെ അകത്ത് 200, 300, 400 എഴുതിയിട്ട് കമ്പനിക്ക് കൊണ്ടുപോയി കൊടുക്കാം. കമ്പനിക്ക് പൈസ തരും. കമ്പനിക്ക് അറിയാം ഞാൻ എന്താ കഴിച്ചതെന്നുള്ളത്. ഞാനും പഠിച്ചവനും മാത്രം അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടത്താൻ പറ്റും. ഉദാഹരണം പറഞ്ഞതാണ്. അടുത്തത് മാനിപ്പുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പല മാനിപ്പുലേഷൻ നടത്താൻ പറ്റും. ഇതൊന്നും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നതല്ല. ഇനി ക്യാഷ് ആൻഡ് ഇൻവെൻട്രി തെഫ്റ്റ്, പേറോൾ ഫ്രോഡ്, അതേപോലെ പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കുന്നിടത്ത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാനാണ് ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത്. ഞാൻ പറയാണ് ഇല്ലാത്ത ഒരാളെ പേറോളിൽ ആഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡൻസ് ലിസ്റ്റിൽ കമ്പനിയിൽ വർക്ക് ചെയ്യാത്ത ഒരാളെ ആഡ് ചെയ്തിട്ട് അയാൾക്കുള്ള ശമ്പളം പാസ്സാക്കി കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് എടുത്തൂടെ? അതിനാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചത് അല്ലേ? ഡ്യൂട്ടീസ് പൈസ കൊടുക്കുന്ന വേറെ ആളായിരിക്കണം, ആളുകളെ എന്താ പറയുക നമ്മുടെ പേറോളിലോട്ട് ആഡ് ചെയ്യുന്ന ഒരാൾ വേറെ ആളായിരിക്കണം, അറ്റൻഡൻസ് ചെക്ക് ചെയ്യുന്ന ഒരാൾ വേറെ ആളായിരിക്കണം. ഇതൊക്കെ ഒരാളാവുമ്പോഴാണ് ഈ തട്ടിപ്പ് നടത്താനുള്ള ചാൻസ് അവിടെ കൂടുക അല്ലേ? അപ്പോൾ അങ്ങനെ അക്കൗണ്ട്സ് റിസീവബിൾസ് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ കമ്പനിയുടെ അകത്ത് അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് കിട്ടാനുള്ള പൈസയാണ്. അപ്പം ഞാൻ ഒരു 20,000 റുപ്യ കോടികൾ തരാനുള്ള ഒരു കമ്പനിയുടെ 20,000 രൂപ കിട്ടൂല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി തള്ളി, റൈറ്റ് ഓഫ് ചെയ്തു. എനിക്കറിയാം കിട്ടും എന്നുള്ളത്, പക്ഷെ ഞാൻ കമ്പനീനെ പറ്റിക്കുകയാണ്. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം എനിക്ക് ആ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പൈസ എടുത്ത് പോക്കറ്റ് കിടും. സോറി, ഈ ഷർട്ടിന് പോക്കറ്റില്ല, ഞാൻ അടുത്ത് പോക്കറ്റ് കിടും. തട്ടിപ്പായില്ലേ? ഇങ്ങനെയുള്ള ബിസിനസ് ഫ്രോഡുകൾ, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഡാറ്റ എത്തിക്സിൻ്റെ അകത്ത് ഫെയർനെസ് എന്താണെന്നും പ്രൈവസി എന്താണെന്നും ട്രാൻസ്പെറൻസി എന്താണെന്നും അക്കൗണ്ടബിലിറ്റി എന്താണെന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മൾ പഠിച്ച സാധനമാണ്. ഇതൊന്നും ഇനി രണ്ടാമത് എടുക്കേണ്ട ആവശ്യമില്ല ഉണ്ടല്ലോ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, അതും ഒരു പുതിയൊരു സംഭവമല്ല നമുക്ക് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടൊരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഈ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ്. ഓക്കെ, അതേ നിങ്ങൾക്ക് പുതിയൊരു സംഭവമായിട്ട് സെക്ഷൻ എഫിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് മോറൽ ഫിലോസഫീസ്, നമ്മുടെ തിയോളജി, പിന്നെ എന്താ സാധനത്തിൻ്റെ പേര് യൂട്ടർലാൻഡീസ് അതല്ല ഡിയൻറ്റോളജി എന്നൊക്കെ പറയുന്ന കുറച്ച് ടോപ്പിക് ഉണ്ടല്ലോ, ആ സംഭവം മനസ്സിന് പോയി, ഡിയൻറ്റോളജി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഒഴിവാക്കി.
പിന്നെ ഉള്ളത് നമ്മുടെ വാല്യൂസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതും എടുത്ത് അങ്ങോട്ട് ഒഴിവാക്കി. ഇതാണ് മക്കളെ പാർട്ട് 1ലും പാർട്ട് 2ലും ഉള്ള സിലബസിലുള്ള വ്യത്യാസം. നിങ്ങൾ പറ, അതിന് മാത്രം വ്യത്യാസം അതിൻ്റെ അകത്തുണ്ടോ ഇല്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചിലധികം സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനാണ് വലിയ മാറ്റം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം, പ്രോസസ് കോസ്റ്റിംഗ് എടുത്ത് കളഞ്ഞതാണ് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു സങ്കടം. കാരണം ഒരു CMA കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമായിരുന്നു പ്രോസസ് കോസ്റ്റിംഗ്. ഇനി എനിക്ക് രസകരമായിട്ടും അതുപോലെ തന്നെ എനിക്ക് എന്താ പറയുക സങ്കടമായിട്ടും തോന്നിയൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വീഡിയോൻ്റെ താഴെ വന്ന്. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ആ ഫണ്ട് റേസിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അല്ലേ, ആ ഫണ്ട് റേസിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നതാണ്, സാറിന് വരെ ജോലി ആയിട്ടില്ലാന്ന് തോന്നുന്നു, മൂപ്പരാൾ വരെ ആ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതാക്കണ യൂട്യൂബ് തുടങ്ങി, ഇപ്പോൾ ജോലി ഇല്ലാഞ്ഞിട്ട് ഇതാക്കണ ഇപ്പോൾ പൈസ ചോദിക്കണ്, ജോലി ഇല്ല അയാൾക്ക് തന്നെ, പിന്നെ അമ്മക്ക് എങ്ങനെ ജോലി കിട്ടും? അങ്ങനെ ഒരു റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല റൂമർ, ജോലി ഇല്ല അല്ലെങ്കിൽ ഇതിന് സാധ്യതകളില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു റൂമർ നടക്കുന്നുണ്ട് മക്കളെ. പിന്നെ വേറൊരു കമൻ്റാണ്, എന്താണ് വീഡിയോസ് ഒന്നും വരാത്തത്, പുതിയ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. അതിന് രണ്ടിനും ഒരേ ഒരു ഉത്തരമാണ്, എനിക്ക് ജോലിയുണ്ട്. അതാണ് വീഡിയോസിൽ കാണാത്തതിൻ്റെ പ്രശ്നം. ഞാൻ കറൻ്റ്ലി ഉള്ളത് മൈസൂരാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനീനെ നമ്മൾ തന്നെ പൊക്കണം അല്ലേ. നമ്മുടെ കേരളത്തിലെ തന്നെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള നമ്മുടെ മലയാളീസിൻ്റെ സ്വന്തം കമ്പനി ഇംപെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് കർണാടകയിൽ, മൈസൂർ ചാമരാജനഗർ എന്ന് പറയുന്ന ലൊക്കേഷനിൽ. ആ ഫാക്ടറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. CMA കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബറിലൊക്കെയാണ് ഞാൻ ജോയിൻ ചെയ്തത് കമ്പനിയിൽ. ആ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഡിസംബറിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ഈ കമ്പനിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനി നിങ്ങൾക്കറിയാം, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾ ഇത് ഒന്നാമതൊരു ഫാക്ടറിയാണ്, രണ്ടാമത്തെ വിഷയം ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, മൂന്നാമത്തെ വിഷയം നിന്നിരിക്കാൻ നേരമല്ല. രാവിലെ കമ്പനിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് റൂമിലോട്ട് വരുന്നത് മിഡ് നൈറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളും കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ടന്റ് ഉണ്ടാക്കണം, അത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം അല്ലേ. സത്യത്തിൽ അതിന് സമയം കിട്ടാഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യാഞ്ഞത്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് CMA പഠിക്കുന്ന ആളുകളും CMA കഴിഞ്ഞ ആളുകളോടും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും കാലം നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും. നമ്മൾ പഠിച്ചത് എന്താണ്? എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി ഡീപ്പായിട്ട് അതിലോട്ട് ഇറങ്ങണം. എങ്ങനെ ഇറങ്ങണം? പ്രാക്ടിക്കലായിട്ട് ഇറങ്ങണം. നമ്മൾ സൈക്കിൾ ടൈം ഇത് പഠിച്ച ഓർമ്മ ഉണ്ടോ? ഈ സൈക്കിൾ ടൈം എവിടെ ഉണ്ട്? ഒരു മിനിറ്റ് കേട്ടോ. നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ റെക്കോർഡായോ നോക്കിയത്. ഓക്കെ, സൈക്കിൾ ടൈം നമ്മൾ വലിയ സംഭവമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു. ഫാക്ടറിയിൽ വന്ന സമയത്ത് സൈക്കിൾ ടൈം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു അന്തം വിട്ടുന്നൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു സാധനം, പ്രാക്ടിക്കൽ നോളജ് വേറെ, തിയററ്റിക്കൽ നോളജ് വേറെ. എനിക്ക് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം എനിക്ക് പറഞ്ഞു തന്നൊരു സാധനമാണ്, നീ പഠിച്ച തിയററ്റിക്കൽ നോളജ് ഇതാണ്, പ്രാക്ടിക്കൽ നോളജ് ഇതാണ്, ഇത് രണ്ടും ഉയരത്താ കിടക്കണത്, ഇതിൽ നിന്ന് ഈ ലെവലിലേക്ക് എത്തണം എന്നുള്ളത്. ഓക്കെ, അപ്പോ തുടക്കത്തിന്റെ ആ ഒരു നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം തുടക്കത്തിൽ നമ്മൾ കുറേ പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ SAPയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ ടാലി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ നാവിഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്, അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ SAPയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ SAPയിലോട്ട് മാറുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യം, അപ്പൊ അക്കൗണ്ടിങ് റീഡിസൈനിങ് എന്ന് പറയുന്ന ആ ടോപ്പിക് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണ്. അവിടെ പഠിച്ച ഓരോ പോയിന്റുകളും ഇതാണല്ലോ അത്, അവിടെ പറഞ്ഞ ഒരേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ
അതൊന്നും കണ്ട് നിങ്ങൾ ബേജാറാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. പിന്നെ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതിയാൽ മതി. അല്ലാതെ പാർട്ട് 1 കംപ്ലീറ്റ് ആയി ഇനി പരീക്ഷ എഴുതിയിട്ട് നമുക്ക് ഇനി പാർട്ട് 2 പഠിക്കാം, അങ്ങനെ ചെയ്യരുത് മക്കളെ. കാരണം പാർട്ട് 2 ചില കാര്യങ്ങൾ പാർട്ട് 1 എന്തായാലും വരും. അത് തീർച്ചയായിട്ടും വരും, അല്ലെങ്കിൽ അത് കണക്ട് ചെയ്തിട്ടെങ്കിലും വരും. ഇതെന്താ വെച്ചാൽ രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് 1 പഠിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇത്ര പഠിച്ചിട്ടുള്ളൂ. പാർട്ട് 2ഉം കൂടി പഠിച്ചാൽ നിങ്ങൾ ഇത്ര പഠിച്ചു. അപ്പൊ ഇത്ര പഠിച്ചിട്ട് പരീക്ഷ എഴുതണോ, ഇത്ര പഠിച്ചിട്ട് പരീക്ഷ എഴുതണോ? കാരണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരിക ഇതിന്റെ ഉള്ളിൽ നിന്നല്ല, ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. അത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് വരെ ബൈ.